പാമ്പാണ്. പാമ്പ് നിറച്ച് ഇപ്പൊ ഈ അണലി വിഷമുള്ള പാമ്പൊക്കെയാണ്. നേരത്തെ ഈ ചേര അങ്ങനെയുള്ള പാമ്പൊക്കെ പാമ്പാണ്. ഒട്ടുമിക്ക വീടുകളിൽ നിന്ന് ഈ അണലിനെ കിട്ടാറുണ്ട്. പിന്നെ ഫുഡ് വെക്കാൻ പറ്റില്ല. ഇന്നലെ ഞങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മക്കള് ഇവിടെ നിന്ന് പഠിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് പോലും പിള്ളേർക്ക് ഇവിടെ നിന്ന് പോകാനുള്ളൊരു പഴുതില്ല. വലിയ പിള്ളേരാണെങ്കിൽ ഇപ്പൊ ഇവര് ഈ വലിയ പിള്ളേരാണെങ്കിലും ചില സമയത്ത് വെള്ളം വഴിയൊന്നും കാണാൻ പറ്റിയല്ല. ഇതെല്ലാം കൂടെ ഇതായിട്ട് കിടക്കാണ്ട് ചിലപ്പോൾ വെള്ളത്തിൽ പോകും. ആ വഴി വന്നിട്ട് നേരെ അങ്ങോട്ട് പോകും. പിന്നെ കേട്ടില്ലേ, ഒരു നാടിൻ്റെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. ഇത് ചെല്ലാനം പൊഴിച്ചിറ എന്ന് പറയുന്ന സ്ഥലമാണ്. 2 സൈഡും വെള്ളമാണ്. ഏത് സമയത്തൂടെ വെള്ളം കയറാം. ഇപ്പം ഇന്ന് രാവിലെ ഭയങ്കര വെള്ളം വരുന്നു. ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നത്. വൈകിട്ടാകുമ്പോൾ ഇനി കയറും എന്ന് പറയുന്നത്. ഈ വീടെല്ലാം കറക്റ്റ് വെള്ളത്തിൻ്റെ നിൽക്കുന്നത്. കാര്യം വീട് ഇവർക്ക് പണിയാൻ പറ്റില്ല. പട്ടയില്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണിത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ മഹാത്മയുടെ പ്രവർത്തകർ ഇവിടെ നിന്ന് സന്ദർശിക്കാൻ പോയതാണ്. അപ്പോഴേ കണ്ട അവസ്ഥയാണിത്. ഇവിടെ ആർക്കെങ്കിലും സുഖമില്ലാണ്ടായി കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പോലും പറ്റില്ല. സ്ട്രീറ്റ് ലൈറ്റ് മിക്കപ്പോഴും ഉണ്ടാകാറില്ല. റോഡില്ല. ഇവിടെ നിന്ന് ഇനി 9 വീടുണ്ട് പുറകിലേക്ക്. അടിസ്ഥാന സൗകര്യമൊന്നുമില്ല. ഇവരാകെ ആവശ്യപ്പെടുന്നതേ ഇവർ 2 സൈഡ് പൊക്കിക്കെട്ടി ഇവരെ പട്ടയം, നല്ലൊരു റോഡ്, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നൊരവസ്ഥ. അപ്പോൾ ഞാൻ പറയണേ, മാറി മാറി വരുന്ന സർക്കാരുകളെ ഇവർ മനുഷ്യരായിട്ട് നിങ്ങൾക്ക് കണ്ടൂടെ? ഇതൊക്കെ ഇത് എന്നും കൊന്നും ഇങ്ങനെ തന്നെ കിടക്കണം. ഇവർക്കൊരു മാറ്റം വേണ്ടേ? ഇവർ മനുഷ്യരല്ലേ? ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കൊച്ചിയിൽ സ്വർഗമായിട്ട് തോന്നണം. ഇത് കണ്ടപ്പോഴായിട്ടാണ് എനിക്ക് ഭയങ്കര വിഷമം തോന്നി കണ്ടപ്പോൾ. വല്ലാത്തൊരവസ്ഥയാണത്. പിന്നെ ഇപ്പോൾ ചൊവ്വാഴ്ച വെള്ളം കയറുന്നുണ്ട്. വാവായിട്ട് ചൊവ്വാഴ്ച വെള്ളം കയറുന്നു പറയുന്നുണ്ട്. ഇവരിപ്പോൾ അവിടെ നിന്ന് മാറി താമസിക്കാനുള്ള അവസ്ഥയല്ല. സാമ്പത്തിക സ്ഥിതി അതില്ലാത്ത ആൾക്കാരാണ്. ഇവരൊന്നും മൈൻഡ് ചെയ്യുന്നു നിങ്ങൾ.